തകൃതാളം നല്ല തകൃതാളം ദേവി കൊടുങ്ങല്ലൂരിലമ്മേ ദേവ്യേ തകൃതാളം നല്ല തകൃതാളം തകൃതാളം നല്ല തകൃതാളം തകൃതാളം നല്ല തകൃതാളം ദേവി കൊടുങ്ങല്ലൂരിലമ്മേ ദേവ്യേ. നമ്മുടെ പാടൂരിന്റെ ഈ വള്ളംകളിക്ക് വേണ്ടി അങ്ങ് കിടക്കുന്ന കൊടുങ്ങല്ലൂരമ്മയും. താങ്ക് യു വരദ ഗ്രൂപ്പ്. ഏതായാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒന്നാമത്തെ ഷീറ്റ്സ് അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭം കുറിച്ചിരിക്കുകയാണ്. യങ്സ്റ്റേഴ്സ് ക്ലബ് കരിക്കൊടിയുടെ തൃപ്രയാറപ്പൻ രണ്ടാമത്തെ ട്രാക്കിലൂടെ അമരത്ത് ആദ്യത്തിനുണ്ട്, ക്യാപ്റ്റൻ ബിജുദാസനുണ്ട്, അണിയത്ത് സൂര്യദേവ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ശ്രീ ഗണേഷ് BCN നടുവിൽക്കര നയിച്ചുകൊണ്ട് ട്രാക്ക് നമ്പർ 3 ക്യാപ്റ്റൻ ശരത് നയിച്ചുകൊണ്ട് അമര മകിൽ നയിച്ച് അണിയത്ത് ശ്രീരാഗ് നയിച്ചുകൊണ്ട് അങ്ങനെ കടന്നു വരുമ്പോൾ ആവേശമുള്ള സുന്ദരമായ ഒരു മത്സരത്തിന് സാക്ഷ്യം വഹിക്കാൻ അങ്ങനെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കാത്തു നിൽക്കുമ്പോൾ ആരാണ് വിജയിക്കുക, ആരാണ് പരാജയപ്പെടുക എന്ന് പ്രവചിക്കാൻ സാധിക്കാത്ത ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു വരുന്നു. ആരാണ് രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട യങ്സ്റ്റേഴ്സ് കരിക്കൊടി തൃപ്രയാറപ്പനാണോ ശ്രീ ഗണേഷാണോ? രണ്ടുപേരും രണ്ട് ദേവന്മാരാണ്. സാക്ഷാൽ ഗണനായകനുണ്ട്, തൃപ്രയാറപ്പനുണ്ട്. ആര് വിജയിക്കും, ആര് പരാജയപ്പെടുമെന്ന് പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഉജ്ജ്വലമായ ഒരു മത്സരം, വളരെ ആവേശമുള്ള ഒരു മത്സരം കാഴ്ചവെച്ച് കടന്നു വരുമ്പോൾ സുന്ദരമായ ആവേശമുള്ള ആ മത്സരത്തിന് സാക്ഷ്യം വഹിക്കാൻ പ്രിയപ്പെട്ടവർ കാത്തു നിൽക്കുമ്പോൾ ആവേശമുള്ളൊരു മത്സരം, സുന്ദരമായൊരു മത്സരം. ആ മത്സരത്തിന് പ്രിയപ്പെട്ടവരൊക്കെ ഇതാ സട കൊടഞ്ഞ് എഴുന്നേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കത്തിയമർന്ന ചാരത്തിൽ നിന്ന് ആ ഫീനിക്സ് പക്ഷി അങ്ങനെ പറന്നുയർന്ന് കടന്നു വരുമ്പോൾ വളരെ നല്ല ഒരു മത്സരത്തിന് സാക്ഷ്യം വഹിച്ച് ഇരു കരകളിലും പ്രിയപ്പെട്ടവർ വള്ളംകളി പ്രേമികള് അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ആരാണ് വിജയിക്കുക? തൃപ്രയാറപ്പനാണോ ശ്രീ ഗണേഷാണോ? എവിടെയായാലും ശ്രീ ഗണേഷ് ഞങ്ങളൊരല്പം മുന്നിലേക്ക് കടന്നു വരാൻ തയ്യാറായിട്ട് കാത്തു നിൽക്കുന്നില്ലേ? പക്ഷേ അതൊന്നും ഇവിടെ പ്രശ്നമല്ല. സ്വന്തം അച്ഛനും മകനുമാണെങ്കിൽ പോലും മത്സരം അങ്ങ് മുറുകുമ്പോൾ, ആവേശം അങ്ങ് മുറുകുമ്പോൾ, ഇവിടെ വിജയത്തിന്റെ സോപാനം എനിക്ക് വേണ്ടി മാത്രം കാത്തു നിൽക്കുമ്പോൾ ആവേശമുണ്ട്. സുന്ദരമായ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് അങ്ങനെ കടന്നു വന്നിരിക്കുന്നു രണ്ട് മിടുക്കന്മാര്, രണ്ട് ജലയാനങ്ങള്, രണ്ട് കൂട്ടരും ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയി. ഈ സമയത്ത് വളരെ ആവേശമുള്ള മത്സരത്തില് ശ്രീ ഗണേഷും തൃപ്രയാറപ്പനും ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഒരു കാലത്ത് പാടൂർ എന്ന് പറയുന്ന പ്രദേശത്തിന് വള്ളംകളിയുടെ ഒരു ചരിത്രമുണ്ട്. അതിന്റെ അമരത്ത് മനോജുണ്ട്, ക്യാപ്റ്റൻ സലാം തിരുനെല്ലൂർ. നെഹ്റു ട്രോഫിയിൽ പോലും ഒരുപാട് മത്സരങ്ങളിലൊക്കെ ക്യാപ്റ്റൻസി നയിച്ചിട്ടുള്ള, നെഹ്റു ട്രോഫിയിലെ വരെ ആ ക്യാപ്റ്റൻസി നയിച്ചിട്ടുള്ള സലാം തിരുനെല്ലൂരിന്റെ ക്യാപ്റ്റൻസിയിൽ അങ്ങനെ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, യുവജന കലാസമിതിയും ജലസംഘം മേഖലയും തമ്മിൽ ഒരു മത്സരം അവിടെ നടക്കുന്നുണ്ട്. പൊഞ്ഞനത്തമ്മ നമ്പർ 3യും ആറുമുഖനും അല്ലെ എൽത്തുരുത്തിലെ തങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരന്മാര് തയ്യാറാക്കിയെടുത്ത ആറുമുഖനും തമ്മിലവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട്. നമ്മുടെ വിനയൻ അല്ലെ, അണിയത്ത് വിനയൻ വളരെ മനോഹരമായിട്ട് അവിടെ ഒരു മത്സരം നടക്കുന്നു. വിനയൻ ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു തുഴച്ചിൽക്കാരൻ. അങ്ങനെ വിനയൻ എക്സ്പീരിയൻസ് വളരെ വർഷങ്ങളുടെ ഉണ്ട്. ഒരു പക്ഷെ പുതുമുഖമായിരിക്കാം സഹല്. അപ്പൊ അങ്ങനെയുള്ള പുതുമുഖമായിട്ടുള്ള സഹലും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരുപാട് ചരിത്രമുള്ള വിനയനും ഉൾപ്പെടെ അവിടെ അണിയത്തൊരു മത്സരം നടക്കുന്നു. അങ്ങനെ വളരെ ആവേശത്തിൽ ഇങ്ങനെ ദ്രുതഗതി താളത്തിൽ, വള്ളംകളി ഭാഷയിലൊക്കെ പറഞ്ഞാൽ വഞ്ചുപാട്ടിന്, നേരത്തെ നമ്മുടെ വരദ ഗ്രൂപ്പ് പറഞ്ഞ വഞ്ചുപാട്ടിന് അല്ലെങ്കിൽ ഭദ്രൻചേട്ടൻ പറയുന്ന വഞ്ചുപാട്ടിന് താളത്തിലൊന്നുമല്ല കേട്ടോ. അവര് മത്സരിച്ച് വരുമ്പോ താ തൈ താ തൈ താ തൈ എന്ന് പറഞ്ഞ കുതിര ശക്തിയിൽ അയ്യടാ പോയടാ എന്നുള്ള താലത്തിൽ പിടിക്കട മോനെ എന്ന് പറഞ്ഞ് കടന്നു വരുമ്പോൾ ഇന്നത്തെ സിനിമയിലൊക്കെ പറയുന്ന പോലെ കടന്നു വാടാ മക്കളെ എന്നൊക്കെ പറയുന്നത് പോലെ അമ്പട മോനെ എന്തൊരു വരവാടാ, ഒന്ന് കുത്തി കീറി ചവിട്ടി കുത്തി എറിഞ്ഞു വാടാ എന്ന് പറയുന്ന രീതിയിൽ കാണികൾ ഇടിയഞ്ചിറക്കാരും പാടൂരുകാരും ഒക്കെ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഒന്ന് കൈയടിച്ചു കൊടുത്താൽ, നിങ്ങളൊന്ന് ആർപ്പ് വിളിച്ചു കൊടുത്താൽ എന്തൊരു മത്സരമായിരിക്കും എന്ന് അറിയോ? അവര് രണ്ടു കൂട്ടരും ഒപ്പത്തിനൊപ്പം കിലുക്കി കുതിച്ച് പറന്ന് ഇങ്ങനെ കടന്നു വരുമ്പോൾ ആവേശത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് പ്രിയപ്പെട്ട ഇടിയഞ്ചിറക്കാരെ, പാടൂരുകാരെ കൊണ്ടുപോയിക്കൊണ്ട് ആ മത്സരം അങ്ങ് കൊഴുക്കുമ്പോൾ എന്തൊരു മത്സരം! ജലസംഘം മേഘ്ന മുപ്പറ്റിത്തറ, യുവജന കലാസമിതി പാടൂര്, രണ്ടും അയൽപക്കക്കാരാണ്, ഒത്തൊരുമയുള്ളവരാണ്. പക്ഷെ ഇവിടെ അച്ഛനും മോനാണെങ്കിൽ പോലും മത്സരത്തിലാണ്, കുതിപ്പാണ്.
ഇതാ വിനയനും സഹലും തമ്മിൽ, സലാമും മനോജും തമ്മിൽ ഉജ്ജ്വലമായൊരു പോരാട്ടം നടത്തിക്കൊണ്ട് കടന്നു വന്നപ്പോൾ അവിടെ ഒരു ഫൈനൽ മത്സരത്തിന്റെ തീപ്പൊരി പാറുന്ന മത്സരം കടത്തിവിട്ട് അങ്ങനെ കടന്നു വന്നപ്പോ പറയുന്നത് ശരിയല്ല. ഒരുപക്ഷെ നമുക്ക് കണ്ടാൽ മനസ്സിലാകുമായിരിക്കാം. പക്ഷെ ഞങ്ങള് അതൊക്കെ അങ്ങനെ പറയുമ്പോൾ ഈ സമയത്ത് ഞാൻ സാമ്പൻ ചേട്ടന്റെ ആ ഒരു ഓർമ്മയിലേക്ക് പെട്ടെന്ന് മൂന്നാമത്തെ ഹിറ്റ്സ് മത്സരം അങ്ങനെ നാട്ടില് ആരംഭിച്ച് ഷാട്ടിമൂരിൽ നിന്ന് ആരംഭിച്ച് ഏതാണ്ട് 100-150 മീറ്റർ മത്സരം വളരെ മനോഹരമായിട്ട് കടന്നു വരുമ്പോൾ എന്ത് നല്ല കോമ്പിനേഷനാണ് അല്ലേ, എന്ത് നല്ല കോമ്പറ്റീഷനാണ്, എന്ത് നല്ല കോമ്പിനേഷനാണ്. കാരണം വരദാ ഗ്രൂപ്പും ഭദ്രഞ്ചേട്ടനും പ്രിയപ്പെട്ട ഇടിയഞ്ചിറക്കാരും പാടൂരുകാരും പരിസരത്തുള്ള പ്രദേശത്തുകാരും ഒക്കെ മത്സരം കാണാൻ ആവേശത്തോടു കൂടി ഇങ്ങനെ കാത്തു നിന്ന സമയത്ത് ഇവിടെ മഹിമ നാട്ടികയുടെ അമരം ദിനേശ് നയിക്കുന്ന അണിയത്ത് പ്രസന്നൻ നയിച്ചുകൊണ്ട് ക്യാപ്റ്റൻ പ്രസന്നനായിക്കൊണ്ട് മഹിമ നാട്ടികയുടെ രുതിരമാല രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ആവേശമുള്ള നന്ദിദേശം ബോട്ട് ക്ലബിന്റെ കൊടുങ്ങല്ലൂരമ്മ ക്യാപ്റ്റൻ പ്രിൻസ് നയിക്കുന്ന അണിയത്ത് ബൈച്ചു നയിച്ചുകൊണ്ടിരിക്കുന്ന ആവേശമുള്ള സുന്ദരമായ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് നന്ദിദേശം ബോട്ട് ക്ലബിന്റെ കൊടുങ്ങല്ലൂരമ്മ ക്യാപ്റ്റൻ പ്രിൻസ് നയിച്ച് അണിയത്ത് ബൈജുണ്ട്, അമരത്ത് ഭരതനുണ്ട്. ആവേശമുള്ള ഒരു മത്സരവും അങ്ങനെ ഈ കായലിൽ നടക്കുകയാണ്. ആരാണ് വിജയത്തിന്റെ സോപാനത്തിലേക്കെന്ന് അറിയാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമുള്ളപ്പോൾ 2 ട്രാക്ക് കുറ്റികൾ മാത്രം ബാക്കി നിർത്തിക്കൊണ്ട് ആവേശമുള്ള വളരെ സുന്ദരമായ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് 2 ടീമുകളും നല്ല ദ്രുത താളത്തിലെ കുതിര ശക്തിയിൽ അങ്ങനെ തുഴഞ്ഞ് കടന്നു വരുമ്പോൾ ആരാണ്, മഹിമ നാട്ടികയാണോ, നന്ദിദേശം ബോട്ട് ക്ലബാണോ, രുതിരമാലയാണോ, കൊടുങ്ങല്ലൂരമ്മയാണോ വിജയത്തിന്റെ സോപാനത്തിലേക്ക് ഏതാണ്ട് ക്യാപ്റ്റൻ പ്രസന്നനാണോ, അതോടൊപ്പം തന്നെ പ്രിൻസ് ആണോ വിജയത്തിന്റെ സോപാനത്തിലേക്കെന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത്രയ്ക്ക് സുന്ദരമായ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് 2 വള്ളങ്ങളും ഇഞ്ചോടിഞ്ച് ഒരു ഫൈനൽ മത്സരത്തിന്റെ പ്രതീക്ഷയോടെ കടന്നു വന്നപ്പോൾ ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പ്രിയപ്പെട്ട നമ്മുടെ ആ നല്ല മത്സരം കാഴ്ചവെച്ചുള്ള പടയാളികളെ പോലെയുള്ള തുഴച്ചിൽക്കാര് വളരെ സൗഹൃദമായി കടന്നു വന്നു. ഈ സമയത്ത് വള്ളം ഒന്ന് അവിടെ മുങ്ങുന്നുണ്ട്. തീർച്ചയായും പ്രിയപ്പെട്ട വള്ളക്കാര് പരിസരത്തുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് കടന്നു ചെല്ലണം. അവർക്ക് വേറൊരു കാര്യം സന്തോഷമുണ്ട്, മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 1ാമത്തെ ട്രാക്കിലൂടെ തൃപ്രയാറപ്പൻ, 2ാമത്തെ ട്രാക്കിലൂടെ രുതിരമാല, 3ാമത്തെ ട്രാക്കിലൂടെ പൊഞ്ഞനത്തമ്മ. രുതിരമാലയും തൃപ്രയാറപ്പനും, തൃപ്രയാറ് നമ്മുടെ കരാഞ്ചിറ ഭാഗത്തുള്ള വള്ളങ്ങളാണ് പലതും. തൃപ്രയാറപ്പൻ അവിടുത്തെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ കുറച്ച് സുഹൃത്തുക്കളുടെ വള്ളമാണ്. അതോടൊപ്പം തന്നെ സുനിൽ കൊറ്റംകുളം അങ്ങനെയുള്ള ആളുകളുടെ വള്ള ഉടമസ്ഥതയിലുള്ള തൃപ്രയാറപ്പനും പൊഞ്ഞനത്തമ്മ ജിജുവും ജയനും ഉടമകളായിട്ടുള്ള അവർ തന്നെ പണിത് തയ്യാറാക്കിയിട്ടുള്ള പൊഞ്ഞനത്തമ്മ നമ്പർ 3യും രുതിരമാല പൂയപ്പള്ളി ഭഗവതി ആ ഭാഗത്തുള്ള രുതിരമാല ഭഗവതി എന്നൊക്കെ പറയും, അങ്ങനെയുള്ള പ്രദേശത്തുള്ള രുതിരമാലയും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുകയാണ്. തൃപ്രയാറപ്പനും ഒരു ദേവനാണ്, പൊഞ്ഞനത്തമ്മയും രുതിരമാലയും 2 ദേവിമാരാണ്. ഇവിടെ ദേവനും ദേവിമാരും തമ്മിലുള്ള ഒരു മത്സരം നടക്കുമ്പോൾ ആര് വിജയിക്കും? ദേവൻ വിജയിക്കുമോ, ദേവിമാര് വിജയിക്കുമോ? എന്തായാലും ഈ മത്സരത്തിന്റെ ഏതാനും നിമിഷങ്ങൾ മാത്രം പിന്നോട്ടടിക്കുമ്പോൾ ഒരു 2 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് ആരാണ് ഇതിന്റെ വിജയി, ആരാണ് ഇതിന്റെ പരാജയം എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയാൻ ഏതാണ്ട് മിനിറ്റുകൾ മാത്രമേ ഉള്ള സമയം. അതിന്റെ ഒപ്പം തന്നെ 5ാമത്തെ ഹിറ്റ്സിലേക്ക് 2ാമത്തെ ട്രാക്കിൽ ഈ 5ാമത്തെ ഹിറ്റ്സിലെ 1ാമൻ ആരായിട്ട് കടന്നു വരുമെന്ന് അറിയാനുള്ള സമയവും ഏതാണ്ട് സനാതനമായിരിക്കുന്ന ആ സമയത്ത് സമാഗതമായ ആ സമയത്ത് പ്രിയപ്പെട്ടവരെ ശ്രീ ഗണേഷ് ഏതാണ്ടും 5ാമത്തെ ഹിറ്റ്സില് 1ാമനായിട്ട് അങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. 3ാമത്തെ ട്രാക്കിൽ ഇവര് വന്നിട്ട് വേണം ഇതിലെ മത്സരത്തിന്റെ 1ാമൻ ഇങ്ങോട്ട് കടന്നു വന്നിട്ട് വേണം അടുത്ത മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അങ്ങോട്ടൊന്ന് തിരിച്ചു പോകാൻ. ആരാണ് വിജയത്തിന്റെ സോപാനത്തിലേക്ക് ആര് കടന്നു വരും? ഈ സമയത്ത് നമ്മളുടെ കടമ നമ്മൾ ചെയ്യണം. കാരണം എത്ര മനോഹരമാണ് 3 വള്ളങ്ങള് വീറും വാശിയും കൈവിടാതെ കടന്നു വരുമ്പോൾ അവരെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ആർപ്പ് വിളിച്ച് ആഘോഷം കൊടുത്ത് ഇങ്ങനെ കടന്നു വരുമ്പോൾ എന്തൊരു മത്സരം, എന്തൊരു ആവേശം! 3 ട്രാക്കുകളിലും തീപാറുന്ന മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കുതിച്ച് പാഞ്ഞുകൊണ്ട് തൃപ്രയാറപ്പൻ കടന്നു വരുമ്പോൾ ആരാണ് പൊഞ്ഞനത്തമ്മ ഇതാ ഏതാണ്ട് മൈലുകളുടെ വ്യത്യാസമാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് തുല്യത പാലിച്ചുകൊണ്ട് മറ്റ് 2 വള്ളങ്ങളും ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് കടന്നു വരുന്നു. നല്ലൊരു മത്സരം, ആവേശമുള്ളൊരു മത്സരം തന്നെ കാഴ്ചവെച്ചുകൊണ്ട് കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതിന്റെ ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം ജഡ്ജസ് തരും. ഈ സമയത്ത് സുന്ദരമായ ആ മത്സരത്തിന് കോഴ്സ് നടന്നു
നടത്തുന്നതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ കനാലുകളുണ്ട് അവര് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ പ്രകൃതി തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി ഇങ്ങനെ ഉള്ളംകൈയിൽ തന്നിരിക്കുക. കനാലും നിന്നും അക്കരയിൽ നിന്നും ഇക്കരയിൽ നിന്നും ഒക്കെ വള്ളംകളി കാണാൻ പറ്റുന്ന സൗകര്യത്തിൽ. ഏതായാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലതി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും വലിയ ഭാഗ്യമാണ്. കാരണം എന്താണെന്നോ, ഇതുവരെയുള്ള മത്സരമൊന്നും അല്ല, അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു മത്സരമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. മത്സരം കടുക്കുകയാണ്. ഏതാണ്ട് സെമി ഫൈനൽ മത്സരങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആവേശമുള്ള സുന്ദരമായ ഉജ്ജ്വലമായ എന്തായാലും മനുഷ്യന്റെ മനസ്സിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് അങ്ങനെ മത്സരം കടുത്തു വരുമ്പോൾ ആരാണ് വിജയത്തിന്റെ സോപാനത്തിലേക്ക്? പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കൈയടിച്ചു പോകുന്ന ഒരു മത്സരം കടന്നു വരുന്നു. കാരണം ഒന്ന് നോക്കിക്കേ, ഏതാണ്ട് 2 ട്രാക്ക് കുറ്റികൾ മാത്രം ഫിനിഷ് ചെയ്യാൻ ബാക്കിയുള്ള സമയത്ത് ശ്രീ ഗണേഷും പൊഞ്ഞനത്തമ്മയും ജലസംഘവും BCN-ഉം തമ്മിൽ, സലാമും വിനയൻ ചേട്ടനും തമ്മിൽ അങ്ങനെ കടന്നു വരുമ്പോൾ ആരാണ് വിജയത്തിന്റെ സോപാനത്തിലേക്ക് കടക്കുക, ആരാണ് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളപ്പെടുകയെന്ന് പ്രവചിക്കാൻ കഴിയാത്ത മത്സരം കാഴ്ചവെച്ചുകൊണ്ട് അയ്യട പോയട എന്നുള്ള താളത്തിൽ ആവേശത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് വിജയത്തിന്റെ സോപാനത്തിലേക്ക് ചാടിയെടുക്കുന്ന മത്സരം, ഒരു ഫൈനൽ മത്സരത്തിന്റെ പ്രതീക്ഷ. ജഡ്ജ്മെന്റ് ശ്രദ്ധിക്കുക, ക്യാമറ കണ്ണുകൾ വളരെ വിശ്വമായി വളരെ ആവേശത്തോടെ കടന്നു പോകുന്ന ഒരു മത്സരം കടന്നു വരുമ്പോൾ ആരാണ് വിജയത്തിന്റെ സോപാനത്തിലേക്ക്, ആരാണ് പരാജയത്തിലേക്ക് നമുക്ക് ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന കൊടുങ്ങല്ലൂരമ്മ, കൊടുങ്ങല്ലൂരിന്റെ പ്രിയപ്പെട്ട അമ്മയായിട്ടുള്ള കൊടുങ്ങല്ലൂരമ്മ നന്ദിദേശം ബോട്ട് ക്ലബ്ബ് നയിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂരമ്മ നമ്മുടെ ബൈജു അതിന്റെ തലപ്പങ്കായത്തിൽ വലിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ യുവജന കലാസമിതിയുടെ തലപ്പങ്കായക്കാരനായി വിനയൻ, ഇവിടുത്തെ പണ്ട് അർജുനൻ ചേട്ടനാണ് പാടൂരിന്റെ തലപ്പങ്കായക്കാരനായിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് തീർച്ചയായും അതിന്റെ പിന്നാമ്പുറത്തേക്ക് കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട ആവേശകരമായ മത്സരം വെച്ചുകൊണ്ട് ആറുമുഖൻ അതിന്റെ തലപ്പങ്കായത്തിന് വിനയൻ അങ്ങനെ വരുമ്പോൾ വിനയനും ബൈജുവും തമ്മിലൊരു മത്സരം നടക്കുകയാണ്. ഏതായാലും ആവേശമുള്ള സുന്ദരമായ മത്സരത്തിന് വളരെ മാറ്റ് വർദ്ധിച്ചുകൊണ്ട് കടന്നു വരികയാണ്. 2 വള്ളങ്ങളും ഏതാണ്ട് തുല്യ ദൂരം പാലിച്ചുകൊണ്ട് ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് കടന്നു വരികയാണ്. ആവേശമുള്ള സുന്ദരമായ ഒരു മത്സരം. പ്രിയപ്പെട്ടവരെ, ഒന്ന് നോക്കിക്കേ, ഏതാണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിനോട് അടുക്കുന്ന സമയം വരെ ഒപ്പത്തിനൊപ്പമുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് എന്തൊരു എതിരാളികളെ പോലും വിസ്മയിപ്പിക്കുന്ന രീതിയിൽ 2 പേരും അമരത്തുള്ളവരും അണിയത്തുള്ളവരും വിനയൻ ചേട്ടനും ബൈജുവും തമ്മിൽ 2 വള്ളത്തിന്റെയും അമരക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ്. ഇഞ്ചുകളുടെ വ്യത്യാസമാണോ, മീറ്ററുകളുടെ വ്യത്യാസമുണ്ടോ, ഇവിടെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമോ, എനിക്ക് ഫൈനലിലേക്ക് കിടക്കണ്ടേ? ഏതായാലും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് കടന്നു വരുന്നു. ആറുമുഖ, എന്തൊരു മത്സരമാണ്! കൊടുങ്ങല്ലൂരമ്മേ, എന്തൊരു മത്സരമാണ്! ആവേശമുള്ള മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഇഞ്ചുകളുടെ വ്യത്യാസം പറഞ്ഞുകൊണ്ട് 2 വള്ളങ്ങളും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നു. ആറുമുഖൻ വള്ളം എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആറുമുഖൻ വള്ളം എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതോടൊപ്പം തന്നെ നമ്മുടെ 8ാമത്തെ ഹിൽസ് മത്സരം ഏതാണ്ട് ആവേശമുള്ള സുന്ദരമായ മത്സരത്തിൽ 8ാമത്തെ ഹീറ്റ്സ് മത്സരത്തിൽ 2ാമത്തെ ട്രാക്കിലൂടെ കൊടുങ്ങല്ലൂർ അമ്മയും നമ്മുടെ പ്രിയപ്പെട്ട നന്ദിദേശത്തിന്റെ ബൈജു അമരത്ത് അണിയത്തും വളരെ മനോഹരമായി ദൃശ്യ വിരുന്ന് നമ്മൾക്ക് സമ്മാനിച്ചുകൊണ്ട് 2ാമത്തെ ട്രാക്കിലൂടെ കൊടുങ്ങല്ലൂർ അമ്മ കടന്നു വരുമ്പോൾ ട്രാക്ക് നമ്പർ 3-ൽ പൊഞ്ഞനത്തമ്മ മുപ്പട്ടിത്തറയുടെ പ്രിയപ്പെട്ട തുഴച്ചിൽക്കാര് തുഴഞ്ഞുകൊണ്ട് കരുത്തോടുകൂടി കടന്നു വരുന്ന പൊഞ്ഞനത്തമ്മ 3ാമത്തെ ട്രാക്കിലൂടെയും കടന്നു വരുമ്പോൾ ഏകദേശം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മത്സരം ആരംഭിച്ചിട്ട് ഏതാണ്ട് പകുതിയോളം ദൂരം പിന്നിട്ട് കഴിഞ്ഞ ആ സമയത്ത് സായാഹ്ന സൂര്യൻ ഇങ്ങനെ എത്തി നോക്കി നിൽക്കുകയാണ്. ഈ മത്സരം ഒന്ന് കണ്ടിട്ട് 2 മത്സരം കൂടിയൊക്കെ അല്ലേ ഉള്ളൂ, ആ മത്സരം കൂടി ഒന്ന് കണ്ട് അതിന്റെ വിജയം ഒന്ന് അറിഞ്ഞ് ഇടിയിഞ്ചിറക്കാരുടെ പാടൂരുകാരുടെ മത്സരത്തിന്റെ സുഖം ഒന്ന്
വളരെ ആവേശമുള്ള സുന്ദരമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ കൊടുങ്ങല്ലൂർ അമ്മ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. പൊഞ്ഞനത്തമ്മ മൂന്നാമത്തെ ട്രാക്കിലൂടെ എട്ടാമത്തെ ഹീറ്റ്സ് മത്സരം. കാരണം ഏഴാമത്തെ ഹീറ്റ്സ് മത്സരത്തിൽ ആറുമുഖൻ തൊട്ടടുത്തുള്ള മത്സരത്തിൽ പങ്കെടുത്തവർ അങ്ങോട്ട് എത്തുന്നേയുള്ളൂ. ഈ സമയത്ത് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്മയും പൊഞ്ഞനത്തമ്മയും തമ്മിൽ രണ്ട് ദേശങ്ങളെ കാക്കുന്ന, കേരളത്തെ കാക്കുന്ന മനോഹരികളായ ദേവികളായ രണ്ട് അമ്മമാർ പൊഞ്ഞനത്തമ്മയും കൊടുങ്ങല്ലൂർ അമ്മയും തമ്മിൽ ഉജ്ജ്വലമായ ഒരു മത്സരത്തിന്, തീപാറുന്ന പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കടന്നു പോരുമ്പോൾ ആരാണ് വിജയത്തിന്റെ സോപാനത്തിലേക്ക് കടന്നു കയറുക എന്ന് പ്രവചിക്കാൻ സാധിക്കാത്ത ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് രണ്ട് വള്ളങ്ങളും ഇഞ്ചോട് ഇഞ്ച് പൊരുതിക്കൊണ്ട് ഫിനിഷിംഗ് പോയിന്റ് കടന്നു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ സമയത്ത് ഏഴാമത്തെ മത്സരത്തിന് വേണ്ടി ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ആറുമുഖനും രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് രണ്ട് വള്ളങ്ങളും ഏതാണ്ട് തുല്യ ദൂരം അകലം പാലിച്ചുകൊണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് മത്സരിച്ച് വരുന്നുണ്ട്. രണ്ട് കൂട്ടരുടെയും പങ്കായം ഇടുന്നത് തുല്യ ശക്തികളാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് തുല്യ രീതിയിൽ രണ്ട് വെള്ള പങ്കായങ്ങൾ, അവരുടെ ആ പത്തി, പങ്കായത്തിന്റെ പത്തി എന്ന് പറയും, ആ പങ്കായത്തിന്റെ പത്തി വീഴുന്നത്, വെള്ളത്തിൽ വീഴുന്ന സ്പീഡ് കാണുമ്പോൾ നമ്മൾക്കറിയാം രണ്ട് കൂട്ടരും ഏതാണ്ട് തുല്യ ശക്തികളായി തുഴഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. ശ്രീ ഗണേഷ് BCN നടുവിൽക്കര തുഴഞ്ഞുകൊണ്ട് വരുമ്പോൾ ആറുമുഖൻ യുവജന കലാസമിതി, രണ്ട് കൂട്ടരും കേരളത്തിലെ, മധ്യ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ രണ്ട് ടീമുകൾ. യുവജന കലാസമിതി വർഷങ്ങളായി ഇവിടെ, എനിക്കൊക്കെ ഓർമ്മ വെക്കുന്ന കാലം മുതൽ യുവജന കലാസമിതി പാടൂർ എന്ന് പറയുന്ന വള്ളംകളി ടീം വളരെ ശക്തമായിട്ടുള്ള വള്ളംകളി മേഖലയിൽ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കടന്നു വന്നിട്ടുള്ള ടീം യുവജന കലാസമിതി ആറുമുഖൻ എലത്തുരുത്തിലെ പ്രിയപ്പെട്ടവരുടെ ഉടമസ്ഥതയിലുള്ള ആറുമുഖൻ യുവജന കലാസമിതി ബോട്ട് ക്ലബിന്റെ കൈക്കരുത്തിൽ തുഴഞ്ഞുകൊണ്ട് മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ശ്രീ ഗണേഷ് BCN നടുവിൽക്കര അങ്ങ് വാടാനപ്പള്ളിക്കാര്, നടുവിൽക്കരക്കാര് ഉത്തമമായ തുഴച്ചിൽ കാഴ്ചവെച്ചുകൊണ്ട് ശ്രീ ഗണേഷ് BCN നടുവിൽക്കരയുടെ കൈക്കരുത്തിൽ കടന്നു വരുമ്പോൾ ആരാണ് വിജയത്തിന്റെ സോപാനത്തിലേക്ക് പറന്നു കയറുകയെന്ന് പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു വരുന്നപ്പോൾ ആര് വിജയത്തിന്റെ സോപാനത്തിലേക്ക്, ആര് ഏതാണ്ട് നിമിഷങ്ങളുടെ ുള്ള ചെറുപ്പക്കാരുടെ കാര്യങ്ങളിൽ നമ്മൾ എല്ലാവരും ഇടപെടണം, അതിനുവേണ്ടി അവർ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലീ ബയോൺ യൂത്ത് ക്ലബിന്റെ പാടൂരിന്റെ ആ സമ്മാന പദ്ധതിയിൽ പങ്കാളികളാകണമെന്ന് കൂടി ഈ സമയത്ത് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത മത്സരത്തിന് വേണ്ടി ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ആവേശമുള്ള ആ മത്സരം അവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട ആ 9ാമത് മത്സരം ശ്രീ ഗണേഷും കൊടുങ്ങല്ലൂർ അമ്മയും തമ്മിലുള്ള ആവേശമുള്ള മത്സരം അവിടെ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. BCN നടുവിൽക്കര നയിക്കുന്ന ശ്രീ ഗണേഷും നന്ദിദേശം ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന കൊടുങ്ങല്ലൂർ അമ്മയും തമ്മിലുള്ള ആവേശോജ്വലമായ മത്സരം ഏതാണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിച്ച് പകുതി ദൂരം പിന്നിടുന്ന സമയത്ത് ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് കട്ട എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് രണ്ട് ജലയാനങ്ങൾ ഏതാണ്ട് ഈ ഇടിയഞ്ചിറ പുഴയുടെ ആഴങ്ങളെ പോലും ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു മത്സരമാക്കിക്കൊണ്ട് ഇതാ രണ്ട് തുല്യ ശക്തികൾ കടന്നു വരുമ്പോൾ രണ്ട് വള്ളങ്ങളിൽ ഒരു വള്ളക്കാരുടെ പങ്കായപ്പത്തി വെള്ളയാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് ആ പങ്കായം വീഴുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇതാ മറ്റേ ടീമിന്റെയും ആ പങ്കായപ്പത്തികൾ കൃത്യമായി വീഴുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ആവേശമുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് രണ്ട് ടീമുകളും ഏതാണ്ട് ഒരു ഫൈനൽ മത്സരത്തിന്റെ തുല്യത പാലിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ആരാണ് വിജയത്തിന്റെ സോപാനത്തിലേക്ക് കടന്നു കയറാൻ, ഫൈനൽ മത്സരത്തിലേക്ക് അഡ്മിഷൻ ലഭിച്ചുകൊണ്ട് കടന്നു കയറാൻ സാധിക്കുന്നത്? 3ാം സ്ഥാനത്തിലോ 2ാം സ്ഥാനത്തിലോ 1ാം സ്ഥാനത്തിനോ 4ാം സ്ഥാനത്തിനോ വേണ്ടിയുള്ള മത്സരത്തിൽ ഒരു കടുത്ത മത്സരം. പ്രിയപ്പെട്ടവരെ, ഈ സായാഹ്നത്തിലും നിങ്ങളുടെ ആവേശം ചോർന്നു പോയിട്ടില്ലെങ്കിൽ എന്തൊരു മത്സരമാണെന്ന് നോക്കിക്കേ. ഒന്ന് ആവേശത്തോടെ ഒന്ന് കൈയടിച്ച് ആ പ്രിയപ്പെട്ടവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക്, ഇടിയഞ്ചിറയുടെ ഈ സോപാന സന്നിധാനത്തിലേക്ക് ഇടിച്ചു കയറി വന്ന് കാറിവാട മക്കളെ. എന്തൊരു മത്സരമാണ്! ഒന്ന് കുത്തി ചവിട്ടി കയറി വന്ന് ഈ സോപാനത്തിലേക്കൊന്ന് നടന്നെടുക്കാൻ അവരെ സ്നേഹപൂർവ്വം പ്രോത്സാഹിപ്പിക്കുമ്പോൾ രണ്ട് വള്ളങ്ങളും ഫോട്ടോഗ്രാഫേഴ്സ് ശ്രദ്ധിക്കുക, നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് ശ്രദ്ധിക്കുക. ഒപ്പത്തിനൊപ്പമുള്ള ഇഞ്ചോടിഞ്ച് പൊരുതുന്ന ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് രണ്ട് ടീമുകളും കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, ആവേശത്തിന്റെ മുത്തുമണികൾ വിതറിക്കൊണ്ട് കടന്നു വരുമ്പോൾ അടുത്ത മത്സരം ഏറ്റവും ഇടിയഞ്ചിറയുടെ കരയിലൂടെ വരുന്ന ട്രാക്കിലൂടെ വരുന്ന വള്ളത്തിന്റെ ഇപ്പൊ എല്ലാ വള്ളങ്ങളുടെയും ഇതാ ആ പങ്കായം മിന്തി